السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന മജ്ലിസുകൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്ന മജ്ലിസുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിതാക്കൾക്ക് നൽകുന്ന പ്രതിഫലം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുകയാണ്, മാ ജലസ ഖൗമുൻ യസ്കുറൂന അല്ലാഹ തആല ഇല്ലാ നാജാഹും മുനാദിൻ മിനസ് സമാ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ വിഷയത്തിൽ ആകാശത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നതാണ്, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പിരിഞ്ഞുകൊള്ളുക, മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസ് അവന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, അവനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു മജ്ലിസാക്കി തീരുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഈ ഉള്ള ദർസിലൂടെ ഉള്ളവൻ ഉദ്ദേശിക്കുന്നത് ഹദീസു ജിബ്രീൽ, അതായത് സഹീഹുൽ മുസ്ലിമിലെ ഒന്നാമത്തെ ഹദീസായ ഹദീസു ജിബ്രീലാണ്. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദീനിലെ വളരെ പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാകുന്നു ഹദീസു ജിബ്രീൽ. അതിനെക്കുറിച്ച് ധാരാളം പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കവേ അതിന്റെ ഫദ്ലുകൾ പറഞ്ഞതായി കാണാം. അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഖാദി ഇയാദിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, വഅലം അന്ന ഹാദൽ ഹദീസ യജ്മഉ അൻവാഅൻ മിനൽ ഉലൂമി വൽ മആരിഫി വൽ ആദാബി വൽ ലതായിഫ്. ദീനിലെ പ്രധാനപ്പെട്ട അറിവുകളും പ്രധാനപ്പെട്ട ആദാബുകളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാകുന്നു ഹദീസു ജിബ്രീൽ. ഈ ഹദീസു ജിബ്രീലിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ബൽ ഹുവ അസ്ലുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഈ ഹദീസു ജിബ്രീൽ. ആ ഹദീസിനെ കുറിച്ചാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിനെ വിശദീകരിക്കവേ ഇബ്നു ദഖീഖ് അൽ-ഈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഫഹുവ കൽ ഉമ്മി ലിസ്സുന്ന കമാ സുമ്മിയത്തിൽ ഫാത്തിഹതു ഉമ്മൽ ഖുർആൻ. ഖുർആനിന് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്ന് വിശേഷിക്കപ്പെട്ടതുപോലെ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്തുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സുന്നത്തിന്റെ ഉമ്മയാണ് എന്ന് പോലും നമുക്ക് പറയാവുന്ന ഒരു ഹദീസാകുന്നു ഹദീസു ജിബ്രീൽ. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാകുന്നു, ഇത് നമ്മുടെ ദീനാകുന്നു. എന്തുകൊണ്ടെന്നാൽ, കാരണം ഈ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്താണ്? ഹാദാ ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും. ഇത് ജിബ്രീൽ എന്തിനാണ് വന്നത്? നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അവിടുന്ന് വിശദീകരിക്കവേ പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ഈ ഹദീസ് ധാരാളം സഹാബത്ത് ഉദ്ധരിച്ചൊരു ഹദീസാണ്. അബൂ ഹുറൈറ, ഇബ്നു ഉമർ, അബൂ ദർ, ഇബ്നു അബ്ബാസ് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, അങ്ങനെ ധാരാളം സഹാബിമാർ ഉദ്ധരിച്ചൊരു ഹദീസാണ് ഹദീസു ജിബ്രീൽ. ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വാപ്പയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം സ്വഹീഹിൽ കൊണ്ടുവന്നത്. അപ്പോ ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാനായി ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബിദ്അത്തിന്റെ ആളുകൾ ഏതൊരു കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുൻഗാമികളുടെ കാലം മുതലേ, സലഫുകളുടെ കാലം മുതലേ ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ
താബിഈങ്ങളുടെ കാലത്ത് ഒരു ബിദ്അത്ത് അവിടെ ഉണ്ടായി. ഈ ബിദ്അത്ത് ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായ താബിഈങ്ങൾ തീരുമാനമെടുക്കുകയാണ്, നാം പണ്ഡിതന്മാരായ സഹാബത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഉണ്ടായ ബിദ്അത്ത്. നമുക്കറിയാം, നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമാണ് അറിവില്ലാത്തൊരു കാര്യം വന്നാൽ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്നത്. ആ രൂപത്തിലാണ് ഇവിടുന്ന് യഹ്യ ബിൻ യഅ്മർ റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമ്യരി എന്ന 2 താബിഈങ്ങൾ അവിടുന്ന് അറിവന്വേഷിച്ചുകൊണ്ട് ഈ ഒരു ബിദ്അത്ത് ഉണ്ടായപ്പോൾ അവിടുന്ന് അതിന്റെ ഹല്ല്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ആ ഒരു മാർഗം അന്വേഷിച്ചുകൊണ്ട്, ഇൽമ് അന്വേഷിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. നമുക്കത് വായിക്കാം. സ്വഹീഹ് മുസ്ലിമിലെ ആദ്യത്തെ ഹദീസായ ഹദീസു ജിബ്രീൽ, അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ കാരണമായിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് അവിടുന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? കാന അവ്വല മൻ ഖാല ഫിൽ ഖദരി ബിൽ ബസറ മഅബദുൽ ജുഹനി. ബസറയിൽ ഖദറിന്റെ വിഷയത്തിൽ ആദ്യമായി സംസാരിച്ചത് മഅബദുൽ ജുഹനിയാണ്. നമുക്കറിയാം, ഖദറിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകങ്ങൾ ഭൂമികളൊക്കെ പടക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബിദ്അത്തിന്റെ ആളുകളായ ഈ മഅബദുൽ ജുഹനിയും കൂട്ടരും അവർ വാദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പടപ്പുകൾ പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അറിയുകയുള്ളൂ എന്നൊരു പുത്തൻ വാദവുമായി മഅബദുൽ ജുഹനിയും അവിടുന്ന് അവരുടെ കൂട്ടരും ഉണ്ടായി. അപ്പോഴാണ് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമ്യരിയും യഹ്യ ബിൻ യഅ്മറും യാത്രക്ക് പുറപ്പെടുന്നത്. ഹജ്ജിനോ ഉംറക്കുമായി അവർ പുറപ്പെടുകയാണ്. അവിടുന്ന് പറയുകയാണ്, ലൗ ലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അമ്മാ യഖൂലു ഹൗലാഇ ഫിൽ ഖദർ. സഹാബത്തിനെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നാം ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇവർ ഈ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ നാം അത് സംസാരിക്കുന്നതാണ്, നാം അവരോട് ചോദിക്കുന്നതാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് അന്വേഷിക്കുന്നതാണ് എന്ന രൂപത്തിൽ അവർ തീരുമാനമെടുത്തുകൊണ്ട് ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമ്യരിയും യഹ്യ ബിൻ യഅ്മറും റഹിമഹുമുല്ലാഹ് അവർ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അവർ മക്കയിലോ മദീനയിലോ എത്തി. അവർക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചു. അങ്ങനെ അവിടുന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പോയി സംസാരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഇന്നഹു ഖദ് ളഹറ ഖിബലന നാസ് യഖറഊന അൽ ഖുർആൻ വയതഖഫറൂന അൽ ഇൽം വദകറ മിൻ ശഅനിഹിം വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ. നമ്മുടെ നാട്ടിൽ ഇൽമ് പഠിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന ചില ആളുകൾ വന്നിട്ടുണ്ട്. അവർ ഇൽമുമായി ബന്ധമുണ്ട്, ദീൻ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർ പുതിയൊരു വാദവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവരെന്താണ് പറയുന്നത്? അല്ലാ ഖദർ, ഖദറില്ല. കാര്യങ്ങളൊക്കെ വ അന്നൽ അംറ ഉൻഫുൻ, കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർ പ്രവർത്തിച്ചതിന് ശേഷം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകയുള്ളൂ എന്നൊരു വാദവുമായിട്ടാണ് ഇവിടുന്ന് ഈ കൂട്ടം ആളുകൾ വന്നിട്ടുള്ളത്. താങ്കൾ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാലോ എന്ന് അവിടുന്ന് താബിഈങ്ങൾ സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി പറയുകയാണ്, ഫഇദാ ലഖീത ഉലൈക, ആ കൂട്ടം ആളുകളെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ നീ പറഞ്ഞുകൊള്ളുക, ഫഅഖ്ബിർഹും അന്നി ബരീഉ മിൻഹും, എനിക്ക് അവരുമായി ഒരു ബന്ധവുമില്ല, ഞാൻ അവരിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നൊരു കാര്യം നീ പറഞ്ഞുകൊള്ളുക. വഅന്നഹും ബുറആഉ മിന്നി, അവർക്ക് ഞാനുമായും ഒരു ബന്ധവുമില്ല എന്നൊരു കാര്യം താങ്കൾ പറഞ്ഞുകൊള്ളുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ലൗ അന്ന ലഅഹദുഹും മിസ്ല ഉഹുദിൻ ദഹബൻ ഫഅൻഫഖ മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. ഉഹുദ് മലയോളം സ്വർണം ഇവർ എല്ലാവരും ചിലവഴിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അല്ലാഹു അവരിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് താബിഈങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഒരു ഹദീസ് അവിടുന്ന് തന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മുഴുവനായി പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി ഈ ഹദീസ് നമുക്ക് അർത്ഥം വായിക്കാം. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായ, വളരെ അറിയപ്പെട്ട ദീനിലെ പ്രധാന കാര്യങ്ങളായ ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഖിയാമത്ത് നാളും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളും ഒക്കെ
ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹദീസാണ്. അതുകൊണ്ട് ഇത് കേൾക്കുക, പഠിക്കുക, നല്ല രൂപത്തിൽ ജീവിതത്തിലേക്ക് പകർത്തുവാനും ശ്രമിക്കുക. വഫഖനല്ലാഹു വഇയ്യാകും. അവിടുന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദ്ദസനി അബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ്, തന്റെ വാപ്പയായ ഉമർ ബിൻ ഖത്താബ് എനിക്ക് ഹദീസ് പറഞ്ഞു തരുകയാണ്. എന്താണ്? ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇത്ലഅ അലൈനാ റജുലുൻ. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ദിവസം മസ്ജിദിൽ ഇരിക്കവേ അവിടെ ഒരാൾ വരികയുണ്ടായി. അയാളെ കുറിച്ച് പറയുകയാണ്. ആരാണ് വന്നത്? റജുലുൻ ഷദീദു ബയാദി സിയാബ്, വെളുവെളുത്ത വസ്ത്രം ധരിച്ച, ഷദീദു സവാദി ശഅർ, കറുകറുത്ത മുടിയുള്ള, ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ഒരു മുഷിപ്പോ, വല യഅരിഫുഹു മിന്ന അഹദ്, നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കും തന്നെ ഈ വന്ന ആളെ നമുക്കറിയില്ല എന്നാര് പറയുകയാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടുന്ന് ഈ ആഗതൻ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, ഒരു പഠിതാവിന്റെ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടും അദ്ദേഹത്തിന്റെ കാൽമുട്ടും അടുപ്പിച്ചു വെച്ചു. വവദഅ കഫൈഹി അലാ ഫഖദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിന്മേൽ ഇദ്ദേഹത്തിന്റെ രണ്ട് കൈകളും വെച്ചു. എന്തിനാണെന്ന്? അവിടുന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊരു താഴ്മയുടെ രൂപത്തിലാണ് ഇദ്ദേഹം ആ കൈകൾ വെക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഫഖാൽ യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തന്നാലും എന്ന് ഈ വന്ന ആൾ പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു, എന്താണ്? അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാം എന്നാൽ 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തേത് ഷഹാദത്ത്, അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ള സാക്ഷ്യവചനവും, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന സാക്ഷ്യവചനവും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. സകാത്ത് നിറവേറ്റണമെന്നും, റമദാൻ മാസം നോമ്പ് നോൽക്കണമെന്നും, നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഹജ്ജും ചെയ്യണമെന്നും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? ഈ വന്ന ആൾക്ക്, ചോദ്യകർത്താവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ചോദ്യകർത്താവ് ചോദിച്ചതിന് ശേഷം, ഉത്തരം ലഭിച്ചതിന് ശേഷം പറയുകയാണ്, എന്താണ്? സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ചോദ്യകർത്താവ് പറയുകയാണ്, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅജിബ്നാ ലഹു യസ്അലുഹു വയുസദ്ദിഖു, നാം ആകെ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ? യസ്അലുഹു വയുസദ്ദിഖു, ചോദിച്ച ആള് തന്നെ ചോദിക്കുകയും പിന്നെ അത് സത്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഖാല ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു തന്നാലും. ഖാല, അവിടുന്ന് പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, ഈമാന്റെ 6 റുക്നുകൾ, 6 സ്തംഭങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, വമലായികതിഹി, മലക്കുകളിലുള്ള വിശ്വാസം, വകുതുബിഹി, കിതാബിലുള്ള വിശ്വാസം, വറുസുലിഹി വൽ യൗമിൽ ആഖിർ, റസൂലുമാരുള്ള വിശ്വാസവും അതുപോലെ തന്നെ പരലോക വിശ്വാസവും, വതുഅ്മിന ബിൽ ഖദരി, ഖദർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി നിർണയത്തെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. ഖൈരിഹി വശർരിഹി, നന്മയും തിന്മയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഈ 6 ഈമാന്റെ കാര്യങ്ങൾ, റുക്നുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചോദ്യകർത്താവ് വീണ്ടും പറയുകയാണ്, ഖാല സദഖ്ത, അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞ സത്യമാണ്. ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, അവിടുന്ന് വീണ്ടും ആവർത്തിച്ചു, എനിക്ക് ഇഹ്സാൻ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു തരുക എന്ന് വീണ്ടും ചോദ്യകർത്താവ് പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാകുന്നു ഏതുപോലെ? കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ. എന്നിട്ട് പറയുകയാണ്, ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇഹ്സാൻ എന്താ? ഇഹ്സാനിനെ കുറിച്ച്. ഖാല ഫഅഖ്ബിർനി അനിസ് സാഅ, ഖിയാമത്ത് നാളിനെ കുറിച്ചും അവിടുന്ന് ചോദിച്ചു.
അവിടുന്ന് പറഞ്ഞു മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിൽ, ചോദിക്കപ്പെട്ട ആൾ ചോദിച്ച ആളെക്കാളും അറിവുള്ളവനല്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനമായി ചോദിക്കുകയാണ് ഖാല ഫഅഖ്ബിർനി അൻ അമാറാതിഹ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം നൽകിയതിനു ശേഷം അവിടുന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ചു. എന്താണ് അവിടുന്ന് പറയുന്നത്? അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാകുന്നു. വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആലത, ദരിദ്രരായ ഒന്നിനും കൊള്ളാത്ത ചെരുപ്പില്ലാത്ത വിവസ്ത്രരായ ആളുകൾ, റിആശായി ആടിനെ മേൽക്കുന്ന ആളുകൾ, യതതാവലൂന ഫിൽ ബുനിയാൻ, കെട്ടിടത്തിന്റെ വിഷയത്തിൽ കിടമത്സരം നടത്തുകയാണ്. ഒന്നിനും കൊള്ളാത്ത ഒന്നുമില്ലാത്ത ആളുകളുടെ അവസ്ഥ മാറുകയാണ്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഇതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായി കൊണ്ട് ഈ രണ്ട് അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് സുമ്മൻ തലഖ്, അദ്ദേഹം പോയി, ഈ വന്ന ആള് പോയി. ഫലബിസ്തു മലിയ, അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം സുമ്മ ഖാല ലി യാ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഉമറേ അതദ്രി മനിസ്സായിൽ, ഈ ചോദ്യകർത്താവ് ആരാണെന്ന് താങ്കൾക്ക് അറിയുമോ? അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനാണ് കൂടുതൽ അറിയുക. ഖാല, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഇന്നഹു ജിബ്രീലു അതാകും യുഅല്ലിമുകും ദീനകും, ഈ വന്നതാരാണ്? ഈ വന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്തിനാണ് വന്നത്? ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോ ഈ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് ദീൻ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ സഹാബത്തിന് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. എത്ര ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്? 5 ചോദ്യങ്ങൾ അല്ലെ. ഒന്നാമത്തേത് അൽ ഇസ്ലാം, പിന്നെ അൽ ഈമാൻ, പിന്നെ അൽ ഇഹ്സാൻ, പിന്നെ അസ്സാഅ ഖിയാമത്ത് നാളിനെ കുറിച്ച്, അവസാനമായി അമാറാത്തുഹ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. ഈ 5 ചോദ്യങ്ങളാണ് നമുക്കറിയാം ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാൻ, ഇതൊക്കെ ഉൾക്കൊണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉമർ റളിയല്ലാഹുവിന്റെ റിവായത്താണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളില്ല. ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് മറ്റൊരു റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ആളുകളെക്കാളും ഉയർന്നൊരു സ്ഥലത്ത് ഇരിക്കുമാറായിരുന്നു. അപ്പോഴാണ് ഈ വന്ന ആൾക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് മനസ്സിലായി എന്ന രൂപത്തിൽ മറ്റൊരു റിവായത്തിൽ കാണാം. അതുപോലെ തന്നെ ഇദ്ദേഹം വന്ന്, ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിന്മേലാണ് കാലുകൾ വെച്ചത് എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആദ്യം സലാം പറഞ്ഞതായി മറ്റൊരു റിവായത്തിൽ കാണാം. അങ്ങനെ പല റിവായത്തുകളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ നാം പറയുന്നത് സ്വഹീഹ് മുസ്ലിമിലെ ഉമർ റളിയല്ലാഹുവിന്റെ റിവായത്താണ്. ഇതിൽ ആദ്യമായി ഇദ്ദേഹം വന്ന് ചോദിച്ച ചോദ്യം എന്താണ്? അൽ ഇസ്ലാം, ഇസ്ലാം എന്നാൽ എന്ത് എന്നാണ് ഇവിടുന്ന് ഇദ്ദേഹം വന്ന് ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യം. ഇസ്ലാമിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ 2 രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഉലമാക്കൾ പഠിപ്പിച്ചു തന്നൊരു താരീഫുണ്ട്, വിശദീകരണമുണ്ട്. ഇസ്ലാം എന്നാൽ എന്ത്? അതിനെക്കുറിച്ച് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണാം. ഇസ്ലാം എന്നാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് വണങ്ങുക. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. 1 തൗഹീദ്, 2 അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക. വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നാം എന്ത് ചെയ്യുക? ബന്ധവിച്ഛേദനം നടത്തുക. അതിന്റെ ശിർക്കിൽ നിന്നൊക്കെ പൂർണ്ണമായും നാം വിട്ടു നിൽക്കുക എന്നാണ് ഇസ്ലാമിന്റെ താരീഫായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ്. ഇസ്ലാം എന്നാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദിന്റെ വിഷയം, തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ പകർത്തുക. വൽ ബറാഅതു മിനശ് ശിർക്കി വ അഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നാം ബന്ധവിച്ഛേദനം നടത്തുക. അപ്പോ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നാം ഒഴിവാക്കുക. ഇതാണ് ഇസ്ലാമിനെ കുറിച്ച്
പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ഒരു വിശദീകരണം. ഇനി നമുക്ക് കാണാം അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്? അതിന്റെ ഇസ്ലാമിന്റെ സ്തംഭങ്ങളെ വിശദീകരിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ 5 റുക്നുകളെ വിശദീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചു തന്നത്. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ സാക്ഷ്യം വഹിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ സാക്ഷ്യം വഹിക്കലാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് നീ സാക്ഷ്യം വഹിക്കലാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? അതെ, അഹ്സൻതും. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ന്യായപ്രകാരം ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നമുക്കറിയാം, നാം ചില ആളുകളോട് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താ, എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു അല്ലാതെ ഒന്നുമില്ല. ആളുകൾ പറയുന്ന ഉത്തരമാണ് അല്ലാഹു അല്ലാതെ ഒന്നുമില്ല. അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും പറയും അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ഇത് രണ്ടും തെറ്റാണ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലാഹു അല്ലാതെ ജനങ്ങളൊക്കെ ആരാധിക്കുന്ന ആരാധ്യന്മാരുണ്ട്, നബിമാരുണ്ട്, കല്ലുകളുണ്ട്, അങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാധ്യന്മാരാണ്. പക്ഷെ ഇതിനല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നിഷേധിക്കുന്നത്. മറിച്ച് അർഹൻ, ആരാധനക്ക് ഇബാദത്തിന് അർഹനായിട്ട് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ അതിന് 2 നിബന്ധനകളുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ. അതിൽ ഒന്നാമത്തേതാണ് നഫി ചെയ്യുക, നിഷേധിക്കുക. എന്ത്? അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനൊക്കെ നാം നിഷേധിക്കുക. അപ്പോ അല്ലാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതിനൊക്കെ നാം നിഷേധിക്കുക, അല്ലാഹുവിന് മാത്രം കൊടുക്കുക. അതാണ്. അപ്പൊ അല്ലാഹു അല്ലാത്തവരിൽ നിന്നൊക്കെ ഇബാദത്തിനെ നാം നിഷേധിച്ചു. രണ്ടാമത്തേത് എന്താണ്? ഇസ്ബാത്ത്. അതെ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക. അപ്പൊ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ കേട്ടു പോകാനല്ല, ഇത് എല്ലാവരും നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ്. ഓരോ കാര്യങ്ങളും നാം പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ഓരോന്നും തക്സീം ചെയ്തുകൊണ്ട് ഓരോ ഭാഗമായിക്കൊണ്ട് തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പൊ ഇസ്ലാമിന്റെ 2 രൂപത്തിലാണെന്ന് വിശദീകരണം പറഞ്ഞു. ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്ന വിശദീകരണം, താരീഫ്, തൗഹീദിന്റെയും അനുസരണയും അതുപോലെ തന്നെ ശിർക്കിന്റെ വിഷയവും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു തന്ന 5 അടിസ്ഥാന സ്തംഭങ്ങൾ വെച്ചിട്ടുള്ള വിശദീകരണം. ഒന്നാമത്താണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇനി നമ്മൾ പറഞ്ഞു അതിന്റെ 2 നിബന്ധനകളാണ് നഫിയും ഇസ്ബാത്തും. അല്ലാഹു അല്ലാത്തവരിൽ നിന്നൊക്കെ ഇബാദത്തിനെ നാം നിഷേധിക്കുക, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 റുക്നുകൾ. ഇനി അടുത്ത എന്താണ്? ഷഹാദത്തു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നൊരു കാര്യം, എന്ന സാക്ഷ്യവചനം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥം? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുമ്പോൾ അതിലൂടെ ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെയാണ്? തഅതുഹു ഫീമാ അമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കൽപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും? അനുസരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം 5 വഖത്ത് പള്ളിയിൽ പോയി ജമാഅത്തോടുകൂടി നിസ്കരിക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുസരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അനുസരിക്കും. അങ്ങനെ ഏതൊരു ദീനിന്റെ ഏതൊരു ഭാഗം എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ അതെന്റെ ജീവിതത്തിലേക്ക് പകർത്തും. ഇതാണ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് മാത്രമല്ല വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് നാം സത്യപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ ചരിത്രങ്ങളും നബിമാരുടെ ചരിത്രങ്ങളും സാലിഹീങ്ങളുടെ ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നാം വിശ്വസിക്കണം, അത് നാം സത്യപ്പെടുത്തണം. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിലക്കിയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നാം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇതൊക്കെ എന്താണ്? ഒരാള് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻക്ക് അതിന് തുടർന്നുണ്ട നിർബന്ധമാകുന്ന കാര്യങ്ങളാണിത്. അല്ലാതെ വെറും നാവ് കൊണ്ട്
അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയോ അതുപോലെ തന്നെ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പൂർത്തിയാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു തന്ന ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നാം സത്യപ്പെടുത്തണം. അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ വജ്സിനാബു മാ നഹാ അൻഹു വസജർ, അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പാടെ വർജിക്കണം. അവസാനത്തെ നാലാമത്തെ കാര്യം വഅല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തായി കൊണ്ട് പൂർത്തീകരിച്ചൊരു ദീനുണ്ട്. ആ ദീനുൽ ഇസ്ലാമിൽ എങ്ങനെയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മെ കൽപ്പിച്ചത് ആ രൂപത്തിൽ മാത്രമേ നാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അല്ലേ? നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കൂഫയിൽ ഒരു മസ്ജിദിൽ കുറച്ചാളുകൾ വട്ടം കൂടിയിരുന്ന് അവിടുന്ന് ഹല്ലിലു മിഅ കബ്ബിറു മിഅ സബ്ബിഹു മിഅ, 100 തവണ നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക, 100 തവണ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ, സഹാബത്തിന്റെ കാലത്ത് ഒരു കൂട്ടം ആളുകൾ അവിടെ എന്ത് ചെയ്യാണ്? തസ്ബീഹും തഹ്മീദും ഒക്കെ ചൊല്ലുകയാണ്. അപ്പൊ ഇത് അറിഞ്ഞ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരികയാണ്. എന്നിട്ട് അവിടെ ദേഷ്യം പിടിച്ചുകൊണ്ട് അവിടുന്ന് വന്നുകൊണ്ട് പറയുകയാണ്, മാ അസ്റഅ ഹലകതകും ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രം പൊട്ടിയിട്ടില്ല, അവിടുന്ന് അവിടുത്തെ വസ്ത്രം നുരുമ്പിയിട്ടില്ല, എന്നിട്ട് പോലും നിങ്ങൾ നശിച്ചല്ലോ എന്ന രൂപത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തിനാ പറഞ്ഞത്? റാത്തീബും മൗലൂദും കൊണ്ടുവന്നതിനാണോ? അല്ല, മറിച്ച് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹും ഒരു കൂട്ടമായി കൊണ്ട് കല്ലുകൊണ്ട് എണ്ണീറ്റ് അങ്ങനെയുള്ള ആളുകളോടാണ് ഇവിടുത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോ അവിടെ ഉണ്ടായ ഒരാൾ എണീച്ചെന്ന് പറയുകയാണ്, അതാ അബ്ദുറഹ്മാൻ, മാ അറദ്നാ ഇല്ലൽ ഖൈർ, നാം ഖൈറല്ലാതെ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് അവർ പറയുന്ന ഒരു ഉത്തരമുണ്ട്, നമ്മൾ നല്ലതല്ല ചെയ്യുന്നത്, നമ്മൾ ദുആ അല്ല ചെയ്യുന്നത്, നമ്മൾ സ്വലാത്തല്ല ചെല്ലുന്നത് എന്നൊക്കെ രൂപത്തിൽ അവർ പറയും. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു ഉത്തരമുണ്ട്. എന്താണ്? കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസീബഹ്, എത്ര ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അത് ലഭിക്കാതെ പോകുന്നത്. ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം പോരാ, മറിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രൂപത്തിലായിത്തീരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രൂപത്തിലായിത്തീരണം. അതുകൊണ്ട് ബിദ്അത്തിന്റെ ഗൗരവം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായി കാണാം, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിൽ ഇല്ലാത്തൊരു കാര്യങ്ങൾ ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളുടെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹും ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയും പൂർത്തീകരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിലക്കിയ കാര്യങ്ങൾ നാം പാടെ വർജിക്കണം. ഇതൊക്കെ നാം ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായി ഉള്ളത് എന്താണ്? രണ്ടാമത്തെ റുക്നാണ് നിസ്കാരം. എന്താണ് നിസ്കാരം? നമുക്കറിയാം 5 വഖ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ അങ്ങ് ആകാശത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ് 5 നേരത്തെ നിസ്കാരം. പരലോകത്ത് ഒരടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതാണ് നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ, അവസാനം ആദ്യമായി പരലോകത്ത് വെച്ച് ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്ത്? നിസ്കാരം എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ നേരത്ത് അവസാനമായി കൊണ്ട് അവിടുന്ന് വസിയത്ത് നൽകിയ ഒരു വസിയത്താണ് അസ്സലാ വമാ മലക്കത് ഐമാനുക്കും, നിസ്കാരം നിങ്ങളത് മുറുകെ പിടിക്കുക. വമാ മലക്കത് ഐമാനുക്കും, അടിമ സ്ത്രീകളുടെ വിഷയം അടിമകളുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. 5 വഖ്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് ഓരോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. നിസ്കാരം ഒരു നേരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലുണ്ട്, അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്ന വിഷയത്തിൽ പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ, അഹ്ലുൽ കിതാബിനും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള കരാർ എന്താണ്? നിസ്കാരാണ്. ഫമൻ തറക്കഹാ ഫഖദ് കഫർ, ആര് നിസ്കാരത്തെ ഉപേക്ഷിച്ചോ അവൻ കാഫിറായി, അവൻ മുസ്ലിം അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്.
ധാരാളം ആയത്തുകളും ഖുർആനിലെ ധാരാളം ആയത്തുകൾ നമുക്ക് നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് നമുക്ക് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സർറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാത്ത് ഹൈസു യുനാജാ ബിഹിൻ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് മുസ്ലിമായ നിലയിൽ കണ്ടുമുട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? എവിടുന്നാണോ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നത് ആ സ്ഥലത്ത് പോയിട്ട് അവൻ അവന്റെ നിസ്കാരം നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോ നിസ്കാരത്തിന്റെ വിഷയം ചെറുതല്ല, ദീനിന്റെ പ്രധാനപ്പെട്ട നെടും തൂണാണ്. നിസ്കാരത്തിന്റെ വിഷയം ഒരാൾ അലംഭാവത്തോടുകൂടി അത് ഒഴിവാക്കിയാൽ അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകുന്ന ഒരു കാര്യമാണ് നിസ്കാരം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം നാം ശ്രദ്ധിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു നാം പറഞ്ഞു, ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. കാരണം എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് മൊത്തത്തിലായി, ഈമാനിനെ കുറിച്ച് മൊത്തത്തിലായി, ഇഹ്സാനും ഖിയാമത്ത് നാളും ഒക്കെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് നൽകുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇസ്ലാം കാര്യങ്ങൾ 2 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യമാണ് സകാത്ത് കൊടുക്കുക എന്നുള്ളത്. ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമ്പന്നനായ നിസാബ് എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സകാത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അപ്പോ സകാത്ത് നിസാബ് എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് സകാത്ത് നിർബന്ധമാണ്. 1 വർഷം കഴിയണം, ഓരോ ഹൗല് കഴിഞ്ഞാലും അവൻക്ക് സകാത്ത് നിർബന്ധമാണ്. ഖുർആനിൽ പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരവും സകാത്തും ഒരുമിച്ച് പറഞ്ഞതായി കാണാം. ഫഇൻ താബു വഖാമുസ് സ്വലാ വആതുസ് സകാ ഫഖല്ലു സബീലഹും. നിസ്കാരവും നോമ്പും വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാ. അല്ലാഹു അവരെ കൽപ്പിച്ചത് എന്താണ്? ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാകുന്നു. വയുഖീമുസ് സ്വലാ വയുഅ്തുസ് സകാ, നിസ്കാരം നിറവേറ്റാനും സകാത്ത് നിറവേറ്റാനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൽപ്പിച്ചത്. അതുപോലെ തന്നെ ധാരാളം ആയത്തുകൾ കാണാം. ഫഇൻ താബു വഖാമുസ് സ്വലാ വആതുസ് സകാ അഖീമുസ് സ്വലാത വആതുസ് സകാ. ധാരാളം ആയത്തുകളിലും ധാരാളം ഹദീസുകളിലും നിസ്കാരത്തിന്റെ കൂടെ തന്നെ സകാത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ 3 സ്തംഭങ്ങൾ ഷഹാദത്ത്, സ്വലാത്ത്, സകാത്ത്. അതുപോലെ തന്നെ 4മത്തേതാണ് സൗമ്, നോമ്പ്. റമദാൻ മാസത്തിലുള്ള നോമ്പ് അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, കുല്ലു അമലി ഇബ്നി ആദമ ലഹു, ആദമിന്റെ പുത്രന്റെ എല്ലാ അമലുകളും അവനാകുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലി, അതെനിക്കാണ്, വഅന അജ്സി ബിഹി, ഞാൻ അതിന് ജസാ നൽകും, പ്രതിഫലം നൽകും. അള്ളാഹു നോമ്പിനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുകയാണ്. അപ്പോ നോമ്പിന്റെ വിഷയം ചെറുതല്ല. റമദാൻ മാസമായാൽ റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുപോലെ തന്നെ അവസാനത്തെ ഇസ്ലാമിന്റെ റുക്നാണ് ഹജ്ജ്. ഒരാൾക്ക് കഴിവെത്തിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് കഴിവും ആരോഗ്യവും ഒക്കെ ഉണ്ടായാൽ അവർക്ക് എന്ത് ചെയ്യണം? സമ്പത്തൊക്കെ ഉണ്ടായാൽ അവർക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. വിശ്വാസം പറഞ്ഞ ഹദീസിൽ കാണാം, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും ഹജ്ജിന് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അപ്പോ ഇസ്ലാം കാര്യങ്ങൾ 5 കാര്യങ്ങളാണ് ചെറിയ രൂപത്തിൽ നാം വിശദീകരിച്ചത്. ഇസ്ലാമിനെ കുറിച്ച് നാം പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ 5 റുക്നുകൾ പറഞ്ഞു. ഷഹാദത്തിന്റെ അർത്ഥം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 റുക്നുകൾ പറഞ്ഞു, 2 സ്തംഭങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഷഹാദത്ത് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ ഉൾക്കൊള്ളുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ഇസ്ലാമിന്റെ റുക്നുകളും ഒക്കെ നാം പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഹദീസിൽ പറഞ്ഞ ഇസ്ലാമും ഈമാനും ഒക്കെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമും ഈമാനും ഖുർആനിലെ ആയത്തുകളിലോ ഹദീസുകളിലോ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാഹിറായിട്ടുള്ള കർമ്മങ്ങളാണ്, പുറമേ കാണുന്ന കർമ്മങ്ങളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം. അതായത് നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതൊക്കെ ലാഹിറായിട്ടുള്ള കർമ്മങ്ങളാണ്, പുറമേ കാണാൻ പറ്റുന്ന കർമ്മങ്ങളാണ്. എന്നാൽ ഈമാനോ? ഈമാൻ എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള കർമ്മങ്ങൾ, വിശ്വാസ കാര്യങ്ങളാണ് ഈമാനും. അള്ളാഹുവിലുള്ള വിശ്വാസം, ആരും കാണുന്നില്ല, അത് മലക്കുകളുടെ വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ.
തയ്യിബ്. അപ്പോ ഇസ്ലാമിന്റെ 5 തൂണുകൾ നാം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമാണ് അർക്കാനുൽ അൽ ഈമാൻ. അർക്കാനു അൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമാണ് ഈ ഒരു കാര്യങ്ങൾ. ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന്റെ ദീൻ പരിപൂർണമാകും. ഇസ്ലാമും ഈമാനും ഇഹ്സാനോടുകൂടി ഒരു അടിമ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം നല്ല രൂപത്തിലാകും. അവന്റെ പരലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. അപ്പോൾ അടിസ്ഥാന കാര്യം നാം അങ്ങേയറ്റം നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. വഫഖനല്ലാഹു വഇയ്യാകും. അങ്ങനെ ഇസ്ലാം കാര്യത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനപ്പെട്ട ഈമാൻ കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേത് എന്താണ്? അൽ ഈമാനു ബില്ലാ, അല്ലാഹുവിലുള്ള വിശ്വാസം. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാല്? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയും വിശ്വാസം. അപ്പൊ ഇത് വിശ്വസിച്ച് മാത്രം മതിയോ? നാവ് കൊണ്ട് ഉച്ചരിക്കണോ? പ്രവർത്തിക്കണോ? ഉലമാക്കൾ, പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മദീനയിലെ മുഹദ്ദിസായ ഷെയ്ഖ് ഹമ്മാദ് അൽ അൻസാരി റഹിമഹുല്ലാ, അദ്ദേഹം ഈമാനിന്റെ വിശദീകരിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞു തരുകയുണ്ടായി. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എളുപ്പമായിക്കൊണ്ട് ഹംസ് നൂനാത്ത് എന്ന രൂപത്തിൽ അദ്ദേഹം വിശദീകരിച്ചു തരുകയുണ്ടായി. ഹംസ് നൂനാത്ത്, 5 നൂനുകൾ. 5 നൂനുകൾ. ഒന്നെന്താണ്? ഖൗലും ബിൽ ലിസാൻ. ഈമാൻ എന്ന് പറയുമ്പോൾ നാം നാവ് കൊണ്ട് ഉച്ചരിക്കണം. നാവ് കൊണ്ട് ഉച്ചരിക്കണം. വതസ്ദീഖും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് നാം സത്യപ്പെടുത്തണം. രണ്ടാമത്തേത് ഹൃദയം കൊണ്ട് നാം സത്യപ്പെടുത്തണം. മൂന്നാമത്തെ എന്താണ്? വഅമലും ബിൽ അർക്കാൻ. ഇതിന്റെ ഒക്കെ അവസാനം നൂന് കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഹംസ് നൂനാത്ത് എന്ന് പറഞ്ഞത്. മൂന്നാമത്തേത് അമലും ബിൽ അർക്കാൻ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കണം. ഒരാൾ അറിഞ്ഞാൽ മാത്രം പോരാ, അല്ലെ? ഒരാള് അള്ളാഹു ഉണ്ട്, മലക്കുകളെ കുറിച്ചൊക്കെ എല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുന്നില്ല, നാവ് കൊണ്ട് പുറത്തു കൊണ്ടിരുന്നില്ല എന്ന് മാത്രം പോരാ. അറിഞ്ഞാൽ മാത്രം ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമെങ്കിൽ ഇബ്ലീസും ഫിർഔനും ഒക്കെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചേനെ. പക്ഷെ അങ്ങനെയല്ല, അറിഞ്ഞാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുകയും വേണം. ഖൗലും ബിൽ ലിസാൻ വഅ്തിഖാദും ബിൽ ജിനാൻ, നമ്മുടെ ഖൽബ് കൊണ്ട് നാം വിശ്വസിക്കണം. വഅമലും ബിൽ അർക്കാൻ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നാം പ്രവർത്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി ഞാൻ 5 വക്തും പള്ളിയിൽ പോയി നിസ്കരിക്കണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളൊക്കെ നാം പാടെ വർജിക്കണം. എന്നാലേ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് വെറുതെ വിശ്വസിച്ചുകൊണ്ട് മാത്രമായി തീർത്തുകൂടാ എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ യസീദു ബി താഅത്തി റഹ്മാൻ, 4ാമത്തെ കാര്യമായി അദ്ദേഹം പറയുകയാണ്, യസീദു ബി താഅത്തി റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഈമാൻ വർദ്ധിക്കുക എങ്ങനെയാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നതോടുകൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ നാം ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. സത്യവിശ്വാസികൾ എങ്ങനെയാണ്? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അവരോട് പാരായണം ചെയ്യപ്പെട്ടാൽ, അവരുടെ ഓതപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. സാദതുഹും ഈമാന, അവരുടെ ഈമാൻ ഈ ആയത്തുകൾ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വയൻഖുസു ബി മഅസിയത്തി റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നതോടുകൂടി ഈമാൻ കുറയും. ഈമാൻ കുറയുന്നതാണ്. ഈമാൻ എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കൂല. ചില ആളുകളെങ്കിലും ധരിച്ചതുപോലെ ഒന്നും ചെയ്യാതിരുന്നാൽ ആ ഒരു ഈമാനിൽ തന്നെ നിലനിന്ന് പോകും. ഇല്ല, അങ്ങനെയല്ല, ഈമാൻ കുറയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ജദ്ദിദുൽ ഈമാന ഫീ ഖുലൂബികും, ജദ്ദിദുൽ ഈമാന ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഈമാനെ പുതുക്കിക്കൊള്ളുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആണ്, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖുലൂബിന, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നമ്മുടെ ഈമാൻ പുതുക്കി തരണമേ. നമുക്കറിയാം, ദീനിലേക്ക് ആദ്യമായി വരുമ്പോൾ, ദീനിന്റെ വിഷയങ്ങൾ ആദ്യമായി കേട്ടുകൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈമാൻ നല്ല രൂപത്തിലായിരിക്കും. പിന്നീട് പഠിക്കാതെ, ഇബാദത്തുകൾ ശ്രദ്ധയില്ലാതെ, അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമില്ലാതെ അങ്ങനെ ഈ ഒരു മാർഗത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ നമ്മുടെ ഈമാൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഈമാൻ കുറഞ്ഞു പോകും. ആ രൂപത്തിൽ ആയിത്തീർന്നതിന് മുമ്പായി നാം അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക, അല്ലാഹുമ്മ ജദ്ദിൽ ഈമാന ഫീ ഖുലൂബിന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്,
സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരുടെ ഖുശൂഇലായി തീരാൻ സമയമായില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിനെ വിളിച്ച് പറയുകയാണ്. സഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കാൻ സമയമായില്ലേ എന്ന് വിളിച്ചു പറയുകയാണ്. ഇതിന്റെ മുഫസ്സിരിങ്ങൾ പറഞ്ഞതായി കാണാം. സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഈ ആയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറങ്ങിയതിന് ദീൻ വന്നതിന് ശേഷം ഈ ആയത്തും തമ്മിൽ വളരെ ചുരുങ്ങിയ വർഷം മാത്രമേ കാലബന്ധം ഉണ്ടായിട്ടുള്ളൂ. ചെറിയ വർഷങ്ങൾക്ക് ശേഷം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ ഉണർത്തുകയാണ്. കാരണം എന്താണ്? ഹൃദയത്തിൽ ഈമാൻ ദുരമ്പിപ്പോകും. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇൽമിന്റെ മജ്‌ലിസുകളുമായും എപ്പോഴും നല്ല ആളുകളുമായും പള്ളികളുമായും നാം നമ്മുടെ ബന്ധം എപ്പോഴും ഉണ്ടാക്കി തീർക്കേണ്ടതാണ്. അപ്പോ ഈ 5 കാര്യങ്ങളാണ് ഈമാൻ വർദ്ധിക്കും, അത് കൂടും, അത് ഖൽബിലും നാവിലും അതുപോലെ നമ്മുടെ പ്രവൃത്തികളിലും ഒക്കെ ഈമാൻ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ വിശ്വാസമാണ് അൽ ഈമാനു ബില്ലാഹ്. ഈമാനിലെ ഒന്നാമത്തെ വിശ്വാസമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ. നാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ 5 കാര്യങ്ങൾ, ഷഹാദത്തും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷമാണ് ഈമാനിനെ കുറിച്ച് പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞ വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിലുള്ള വിശ്വാസം മാത്രമാണോ? അല്ല. എന്തൊക്കെയുണ്ട്? നാവ് കൊണ്ട് ഉച്ചരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും വേണം. അല്ലാണ്ട് നാവ് കൊണ്ട് മാത്രം പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. ഹൃദയത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. മറിച്ച് എന്തും വേണം? പ്രവർത്തനവും വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അത് കുറയും എന്നൊരു ബോധം നമുക്ക് വേണം. അപ്പോ അൽ ഈമാനിലെ 6 ഈമാൻ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിൽ ഒന്നാമത്തേതാണ് അൽ ഈമാനു ബില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുക. എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഉണ്ടെന്ന് വിശ്വാസം. 4 കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. 4 കാര്യങ്ങൾ. ഒന്നാമത്തേത് അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുക. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക. എന്താണ് ഈ റുബൂബിയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല്? അള്ളാഹു ആകുന്നു ആകാശഭൂമികളെ പടച്ചവൻ. അള്ളാഹു ആകുന്നു ആകാശഭൂമികളുടെ ഉടമസ്ഥൻ. അതിനെയൊക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു എന്നൊരു കാര്യം വിശ്വസിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാണ് എന്നൊരു കാര്യം വിശ്വസിക്കുക. അൽ ഈമാനു ബി തൗഹീദി അൽ ഉലൂഹിയ്യ. ഉലൂഹിയത്ത്, പടപ്പുകളുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാണ് എന്നും വിശ്വസിക്കുക. നാലാമത്തേതാണ് അസ്മാഉ സിഫാത്ത്. അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട് എന്ന കാര്യവും വിശ്വസിക്കുക. ഈ 4 കാര്യങ്ങളാണ്. അപ്പോ റുബൂബിയത്തിലും നമുക്കറിയാം അള്ളാഹുവിനെ ഏകനാക്കേണ്ട 3 കാര്യങ്ങളാണ്. അള്ളാഹുവിനെ ഏകനാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഏതൊക്കെ? റുബൂബിയത്ത്, അള്ളാഹു ആകുന്നു റബ്ബ്, അള്ളാഹു മാത്രമാകുന്ന ആകാശഭൂമികളൊക്കെ പടച്ചവൻ, അള്ളാഹു മാത്രമാകുന്നു മാലിക്, അള്ളാഹു മാത്രമാകുന്നു മുദബ്ബിർ എന്ന കാര്യമുള്ള വിശ്വാസം. രണ്ടാമത്തേത് എന്താണ്? ഉലൂഹിയത്ത്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അർത്ഥം? നിന്നെ മാത്രം നാം ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, അതെ, നിന്നോട് മാത്രം നാം സഹായം തേടുന്നു. ഇവിടെ നമുക്ക് പറയാം, ഇവിടെ സഹായം തേട്ടെന്നുള്ള ഇബാദത്താണോ? ആണോ? ആണ്. പിന്നെ എന്തുകൊണ്ട് ഇബാദത്ത് പറഞ്ഞതിന് ശേഷം സഹായതേട്ടം വീണ്ടും എടുത്തു പറഞ്ഞ്? അതെ, പ്രാർത്ഥനയുടെ വിഷയം നാം ഗൗരവത്തിൽ കാണാൻ വേണ്ടിയാണ്. ജനങ്ങൾ കൂടുതൽ പേരും വഴിതെറ്റുന്ന ഒരു വിഷയമാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ ഇബാദത്തിൽ പെട്ടൊരു കാര്യം തന്നെയാണ് പ്രാർത്ഥന. എന്നിരിക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വയ്യാക നസ്തഈൻ എന്ന് വീണ്ടും എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതിന്റെ ഗൗരവം നാം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. എന്താ അർത്ഥം? മലക്കുകളും ഇറങ്ങി വരും, റൂഹും ഇറങ്ങി വരും. ആരാണ് റൂഹ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിനർത്ഥം എന്താണ്? ജിബ്രീൽ മലക്കല്ല എന്നാണോ? അല്ല, മലക്കുകളിൽ പ്രധാനപ്പെട്ട മലക്കാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ ഈ ഇബാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്തിആനത്ത്, സഹായതേട്ടം എന്നുള്ളത്. ജനങ്ങളിൽ കൂടുതൽ ആളുകളും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇസ്തിആനത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആനത്തിന്റെ വിഷയം, സഹായതേട്ടത്തിന്റെ വിഷയം രണ്ടാമതും എടുത്തു പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ജാറങ്ങളിലും മക്ബറകളിലും ഒക്കെ പോയി ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളാണ്.
എന്താണ് അവരോട് ചോദിച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നില്ല, ഇസ്തിആനത്താണ് ചെയ്യുന്നതെന്ന് രൂപത്തിൽ പോലും പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടം ആളുകൾക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ നാം എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കാനും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി എന്ന ദീനുൽ ഇസ്ലാമിനെ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാർത്ഥനകളൊക്കെ നാം എപ്പോഴും ദുആ ചെയ്യണം. നമുക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. എന്താണ്? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി കൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എന്തുകൊണ്ടും ദുആ ചെയ്യാൻ അങ്ങേയറ്റം ആവശ്യക്കാരാണെന്നുള്ള ബോധം നാം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കലും അവസാനം തുടക്കം നന്നായി എന്ന് വിചാരിച്ച് അവസാനം നന്നാകണമെന്ന് ഒരിക്കലുമില്ല. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഖാതിമത്തു സൂ തകൂനു ബിസബബിൻ ദസീസത്തിൻ ബാത്തിനത്തിൻ ലിൽ അബ്ദ് ലാ യത്തലി അലൈഹാ അഹദ്. മറ്റാരും കാണാത്ത ചെറിയൊരു പാപം കാരണത്താലായിരിക്കും നമ്മുടെ മോശം അന്ത്യം ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം, ഇപ്പോഴുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ നോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ അന്ത്യം പോലും നമ്മുടെ കയ്യിലല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ഏറ്റവും നല്ലൊരു അവസ്ഥ നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും അങ്ങനെയൊക്കെ കഴിയുന്നൊരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാതെ പിശാച് അവനെ തോന്നിയ രൂപത്തിൽ അവനെ ആക്കി തീർത്തെങ്കിൽ അവസാന സമയത്ത്, മരിക്കാൻ പോകുന്ന സമയത്ത് പിശാചിന് വളരെ എളുപ്പമായിരിക്കും അവനെ കീഴടക്കാൻ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മുസ്ലിമായ അവസ്ഥയിൽ മരിക്കാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഇബാദത്തിന്റെ വിഷയം, ഈ തൗഹീദിന്റെ വിഷയം ചെറുതല്ല. തൗഹീദ് നാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കണം. കാരണം എന്താണ്? ഫഇന്നഹാ സമനുൽ ജന്ന, സ്വർഗത്തിന്റെ വിലയാണ്. ഈ തൗഹീദ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകും. നമുക്കറിയാം, അൽ ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ യാത്രയിൽ അദ്ദേഹം ധാരാളമായി കരയുകയാണ്. അപ്പോ കൂടെ ഉണ്ടായ ആളുകൾ ചോദിക്കുകയാണ്, ബുകാഉക ഹാദാ ഖൗഫൻ മിനദ് ദുനൂബ്, പാപങ്ങളെ പേടിച്ചുകൊണ്ടാണ് താങ്കൾ ഈ കരയുന്നത് എന്നാരോ ചോദിക്കുകയാണ്. കൂടെ ഉണ്ടായ ആളുകൾ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്. അപ്പോ അൽ ഇമാം സുഫിയാൻ അസ്സൗരി പറഞ്ഞു, ലദുനൂബി അഹ്വനു അലയ്യ മിൻ ഹാദാ, നിലത്തിൽ നിന്നൊരു കൊള്ളി കഷ്ണം എടുത്തു പറയുകയാണ്, എന്റെ പാപങ്ങൾ എനിക്ക് ഇതിനേക്കാളും നിസാരമാണ്, കാരണം എനിക്ക് അത്ര പാപമില്ല എന്ന രൂപത്തിൽ പറയുകയാണ്. അവസാനം പറയുകയാണ്, വലാകിന്നി അഖാഫു അൻ അസ്ലബ തൗഹീദ്, തൗഹീദ് എന്നിൽ നിന്ന് നഷ്ടമാകുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങൾ, നാം ആലോചിക്കുക, തൗഹീദ് നഷ്ടമായാൽ നാം സ്വർഗത്തിൽ നിന്ന് വിദൂരമായ നരകത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരോട് പറയുകയാണ്, നബിയോട് വിളിച്ച് പറയുകയാണ്, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നബിയെ താങ്കൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ അമലുകളൊക്കെ ബാത്തിലായി പോകും. അപ്പോ നാം ഒരിക്കലും തൗഹീദ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന വിഷയത്തിൽ നിർഭയരായി തീരരുത്. ശിർക്ക് നമ്മെ ബാധിക്കില്ല എന്ന വിഷയത്തിൽ നിർഭയരായി തീരരുത് അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്ത ദുആ എന്താണ്? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ കാത്തു രക്ഷിക്കണേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താബിഈ പണ്ഡിതനായ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫമൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ മുവഹിദീൻ, തൗഹീദിന്റെ ആളുകളുടെ ഇമാമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്യുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൗഹീദായി കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോ ഈമാനിന്റെ വിഷയങ്ങളും ഇസ്ലാമിന്റെ വിഷയങ്ങളും ഈമാൻ കൂടാൻ നമ്മെ സഹായിക്കുന്ന ഓരോ കാര്യങ്ങളും നാം എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അപ്പോ തൗഹീദിന്റെ മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉന്നതമായ നാമവിശേഷണങ്ങളുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്,
ഫദ്ഉഹു ബിഹ, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനെ ദുആ ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, നാം ഇവിടെ ഈമാനു ബില്ലാ എന്ന് പറഞ്ഞതിൽ 4 കാര്യം പറഞ്ഞു. അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസം, റുബൂബിയത്തിലുള്ള വിശ്വാസം, ഉലൂഹിയത്തിലുള്ള വിശ്വാസം, അസ്മാ സിഫാത്തിലുള്ള വിശ്വാസം. നമുക്കറിയാം ഇതിൽ 3 കാര്യത്തിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ ഏകനാക്കണം. ഒന്ന് റുബൂബിയത്തില്, ഉലൂഹിയത്തില്, മൂന്നാമത്തെ എന്താണ്? അസ്മാ സിഫാത്ത്. ഈ കാര്യം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സമസ്തക്കാരോടൊക്കെ പറഞ്ഞാല് അവർ പറയും, എന്താണ് ഈ തൗഹീദിനെ 3ആയി തിരിച്ചത് ഇബ്നു തൈമിയ ആളുകളാണ്, ഇത് നിങ്ങളുടെ വഹാബികളുടെ ഇനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അകറ്റാറുണ്ട്. പലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അവർ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ തൗഹീദിനെ 3ആയിട്ട് തിരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഹദീസിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവരോട് പറയാനുള്ളത്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഖുർആനും സുന്നത്തും ഒരുമിച്ച് കൂട്ടിയ പണ്ഡിതന്മാരാണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആയത്തുകളിൽ നിന്നൊക്കെ എടുത്തു തന്ന ഒരു കാര്യമാകുന്നു ഈ തൗഹീദിന്റെ 3 ഇനങ്ങൾ. അതിനുള്ള തെളിവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്, റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ഈ 3 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശ ഭൂമികളുടെയും അതിനിടയിൽ ഉള്ളതായ റബ്ബ്. അതെന്തിനുള്ള തെളിവാണ്? തൗഹീദു റുബൂബിയ്യ. കാരണം അള്ളാഹുവിന്റെ പ്രവൃത്തികൾ അള്ളാഹുവിനെ ഏകനാക്കലാകുന്നു റുബൂബിയ്യ. ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി, നീ ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് അടുത്ത ഭാഗം. അതെന്തിനുള്ള തെളിവാണ്? ഉലൂഹിയ്യ. ഉലൂഹിയ്യത്തിന്റെ തെളിവാണ്. ഇനി അവസാനത്തത് ഹൽ തഅലമു ലഹു സമീയ, അവന് പേരറ്റവനായിക്കൊണ്ട് നിനക്ക് വേറെ ആരെയും അറിയുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇതെന്തിനുള്ള തെളിവാണ്? അസ്മാ സിഫാത്ത്. ഇതൊക്കെ സൂറത്തുൽ കഹ്ഫിൽ ഈ ഒരു ആയത്തിൽ തന്നെ, സൂറത്ത് മറിയമിലെ ഒരായത്തിൽ തന്നെ ഈ 3 കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സൂറത്ത് മറിയമിലെ ഒരായത്തിൽ തന്നെ ഈ 3 കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരോട് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിസ്കാരത്തിന് 9 നിബന്ധനകളുണ്ട്, നിസ്കാരത്തിന് 9 ശുറൂത്തുകളുണ്ട്, 14 റുക്നുകളുണ്ട്. ഇത് അവരുടെ മദ്രസകളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നിസ്കാരത്തിന്റെ റുക്നുകളും ശുറൂത്തുകളൊക്കെ പറഞ്ഞ് ഇത് ഏതെങ്കിലും ഹദീസിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് അവർ ഉത്തരം പറയും, പണ്ഡിതന്മാർ പഠിച്ചിട്ട് അവർ കിതാബുകളിൽ ഒക്കെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു തന്നിട്ട് എന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാകുന്നു. അവർ ഖുർആനും സുന്നത്തും പരിശോധിച്ചതിന് ശേഷം എടുത്ത് പഠിപ്പിച്ചു തന്ന കാര്യമാകുന്നു ഈ അർക്കാനുകളും ശുറൂത്തും ഒക്കെ നിസ്കാരത്തിന്റെ. അപ്പൊ എന്തുകൊണ്ടും തൗഹീദിന്റെയും അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാർ പഠിച്ചതിന് ശേഷം പരിശോധിച്ചതിന് ശേഷം അവർ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും എടുത്തു തന്ന കാര്യമാകുന്നു ഈ തൗഹീദിന്റെ 3 ഇനങ്ങൾ. അപ്പോ അൽ ഈമാനു ബില്ലയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കണം. അള്ളാഹു ആകുന്നു എല്ലാം പടച്ചവൻ. അള്ളാഹു സുബ്ഹാനഹു, നാം കാണുന്നതും കാണാത്തതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാകും. ഈ റുബൂബിയത്ത് നമ്മുടെ മനസ്സിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഈമാൻ അങ്ങേയറ്റം വർദ്ധിക്കാൻ നമുക്ക് കാരണമാണ്. കാരണം ഇതൊക്കെ നാം എവിടെയാണ് ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ ഭൂമിയിൽ. അള്ളാഹുവിന്റെ റിസ്ക് ഭക്ഷിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുകയോ സാധ്യമല്ല. അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അള്ളാഹു എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, അവനെ അനുസരിക്കാനാണ്. ഈ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ റിസ്ക് കഴിച്ചുകൊണ്ട് ജീവിച്ചിരിക്കവേ എങ്ങനെയാണ് അവനെ ധിക്കരിക്കുക എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ വല്ല പ്രയാസവും ഉണ്ടാകുമ്പോൾ അവനക്ക് സമാധാനം ഉണ്ടാകും. കാരണം ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാകുന്നു. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയുകയേ വേണ്ടൂ, ഫയകൂൻ, അത് ഉണ്ടാകും. അപ്പോ ആ റബ്ബിന്റെ ഒരു അടിമയാണ് ഞാൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കൈവിടില്ല എന്നൊരു ബോധ്യം ഈ തൗഹീദ് മനസ്സിലാക്കുന്നതോടുകൂടി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. അള്ളാഹുവിലേക്ക് അവൻ അടുക്കാനും അവന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനും ഇതൊരു കാരണമാകും. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ എപ്പോഴും പറയും, നിങ്ങൾ തൗഹീദ് പഠിക്കുക. എന്താണ് കാരണം അള്ളാഹുവിന്റെ കയ്യിലാകുന്നു ആകാശ ഭൂമികളും. ആ റബ്ബിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. സ്വർഗത്തിന്റെ വിളയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അത് മാത്രമാണ്. ഈ ഒരു കാര്യമൊക്കെ ഒരടിമ പഠിക്കുന്നതോടുകൂടി അവന്റെ ഈമാൻ വർദ്ധിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്നാമത്തേതാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് അൽ ഈമാനു ബില്ലാഹ്. രണ്ടാമത്തെ കാര്യമാണ് അൽ ഈമാനു ബിൽ മലായിക. അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലെ വിശ്വാസം. എന്താണ് മലക്കുകൾ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പാണ്.
നസ്രാണികൾ വാദിച്ചതുപോലെ അള്ളാഹുവിന്റെ പെൺമക്കളെല്ലാം അള്ളാഹു നൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് പടച്ചതായ ഒരു പടപ്പാകുന്ന ഒരു ഹദീസിൽ കാണാം, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, പ്രകാശത്തിൽ നിന്നാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ പടച്ചത്. വഅന്ന ലഹും അജ്നിഹ, അവർക്ക് ചിറകുകളുണ്ട്, ചില വ്യത്യസ്ത ചിറകുകൾ ഉള്ളതായ മലക്കുകളുണ്ട്. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചിറകുകൾ ഹദീസിൽ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫീ സൂറതിഹി വലഹു 600 ജനാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിന്റെ രൂപത്തിൽ കണ്ടു. ജിബ്രീലിനെ 600ഓളം ചിറകുകൾ ഉള്ളതായി കാണുകയും ചെയ്തു എന്ന് ഒരു ഹദീസിൽ കാണാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന മലക്കുകൾ വിശ്വസിക്കണം, പറഞ്ഞു തരാത്ത മലക്കുകൾ വിശ്വസിക്കണം. ധാരാളം മലക്കുകളുണ്ട്. ചില മലക്കുകൾക്ക് ഓരോ മലക്കുകൾക്കും ഓരോ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നാം വിശ്വസിക്കുക. നമുക്കറിയാം, മലക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താണ് ഏൽപ്പിച്ചത്? വഹി, മുവക്കലും ബിൽ വഹി, വഹിയാകുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത്. മലക്കുകൾ ഒന്നും രണ്ടുമല്ല, ധാരാളം മലക്കുകളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ, അദ്ദേഹത്തിന്റെ ഹദീസിൽ പറയുകയാണ്, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ, നരകത്തെ അന്നേ ദിവസം കൊണ്ടുവരപ്പെടും. ലഹ 70,000 സിമാം, 70,000 ചങ്ങലകളായി കൊണ്ട് നരകത്തെ കൊണ്ടുവരും. മഅ കുല്ലി സിമാമിൻ 70,000 മലക് യജ്റൂനഹ, ആ 70,000 ചങ്ങലകളിൽ ഓരോ ചങ്ങലകളിലും 70,000 മലക്കുകളായി കൊണ്ട് വരുന്നതാണ് എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ മലക്കുകളുടെ എണ്ണം എത്രയുണ്ടെന്ന് നമുക്ക് ആ ഒരു ഹദീസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിൽ മലക്കുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതല്ല. വയഫഅലൂന മാ യുമറൂൻ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അവർ കൽപ്പിച്ച കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഈ മലക്കുകളിലൊക്കെ വിശ്വസിക്കുമ്പോൾ നാം നമ്മുടെ നഫ്സിലേക്ക് നോക്കണം. അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ച മലക്കുകൾ അതേ രൂപത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിനൊരു ഉപകാരമില്ല. നാം എല്ലാവരും ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിനൊന്നും കൂടാനില്ല. നാം എല്ലാവരും ധിക്കരിക്കുകയാണെങ്കിലും അള്ളാഹുവിനൊന്നും കുറയാനില്ല. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അത്രത്തോനെ മലക്കുകളുണ്ട്. അപ്പോ എനിക്ക് നാളെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ വിജയിക്കണമെങ്കിൽ എന്റെ ഇബാദത്തുകൾ ഞാൻ നന്നാക്കണം. അത് അള്ളാഹുവിനൊന്നും തന്നെ കുറയാനില്ല എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇതൊക്കെയാണ് മലക്കുകൾ ഉള്ള വിശ്വാസം. മലക്കുകളിൽ ചില ആളുകൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തുന്നതായ മലക്കുകളുണ്ട്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. സ്വർഗം ഏൽപ്പിച്ച, നരകത്തെ ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജോലികൾ ഏൽപ്പിച്ച മലക്കുകളുണ്ട്. ഇതാണ് ഈമാനിന്റെ രണ്ടാമത്തെ വിശ്വാസം, അൽ ഈമാനു ബില്ലാ. അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ അടുത്ത വിശ്വാസമാണ് മലക്കുകളുടെ വിശ്വാസം. ഇത് ധാരാളമുണ്ട്, ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീരുകയില്ല. ഓരോ വിശ്വാസം നമ്മൾ അങ്ങേയറ്റം വിശദീകരിക്കാൻ മാത്രമുണ്ട്. പക്ഷെ നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ പറയാം. അൽ ഈമാനു ബിൽ കുതുബിൽ മുനസ്സല, മൂന്നാമത്തെ വിശ്വാസമാണ് കിതാബുകളിലുള്ള വിശ്വാസം. കിതാബുകളിലുള്ള വിശ്വാസം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. അതുപോലെ തന്നെ വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലി, റസൂലിന് മേൽ അവതരിച്ചതായ കിതാബിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുകയാണ്, വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ റസൂലിലും കിതാബിലും ഒക്കെ ഒരാൾ നിഷേധിച്ചാൽ ഫഖദ് ضل ضلالا بعيدا, അവൻ അങ്ങേയറ്റം വഴികേടിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അടുത്ത വിശ്വാസമാണ് അൽ ഈമാനു ബിൽ കുതുബ്, കിതാബുകളിലുള്ള വിശ്വാസം. കിതാബുകളിലുള്ള വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുമാർക്ക് ഇറക്കിക്കൊടുത്ത കിതാബുകളാണ്.
അറിയാം ധാരാളം കിതാബുകളുണ്ട്. അതിൽ പേര് പറയപ്പെട്ട കിതാബുകളിലും നാം വിശ്വസിക്കണം, പേര് പറയപ്പെടാത്ത കിതാബുകളിലും നാം വിശ്വസിക്കണം. നമുക്ക് പഠിപ്പിച്ചു തന്ന കിതാബുകൾ ഏതൊക്കെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച കിതാബ് ഏതാണ്? ഖുർആൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോ? തൗറാ. അതുപോലെ തന്നെ ഇഞ്ചീൽ ഏത് നബിക്കാണ്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. സബൂറോ? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ തന്നെ സുഹഫ് ഇബ്രാഹിം, സുഹഫ് മൂസ, ഇതും ഉണ്ട്. അങ്ങനെ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാകുന്നു, അള്ളാഹുവിന്റെ കലാമാകുന്നു, അള്ളാഹുവിന്റെ സംസാരമാകുന്നു ഈ കിതാബുകളൊക്കെ. ഈ കിതാബുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് നാം എന്തൊക്കെ വിശ്വസിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ കാര്യങ്ങളിൽ നാം വിശ്വസിക്കണം. തസ്ദീഖ് ചെയ്യണം, സത്യം ചെയ്യണം, സത്യപ്പെടുത്തണം. അത്തസ്ദീഖു ഫീമാ അഖ്ബർ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നാം വിശ്വസിക്കണം. അതുപോലെ തന്നെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതായ ഖുർആനിലുള്ള കാര്യങ്ങൾ കൊണ്ട് നാം എന്ത് ചെയ്യണം? അമൽ ചെയ്യണം. അൽ അമലു ബിമാ ഫിൽ കിതാബ്, ആ കിതാബിലുള്ള കാര്യം കൊണ്ട് നാം അമൽ ചെയ്യുകയും വേണം. ഇതൊക്കെ അള്ളാഹുവിന്റെ വഹിയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കിതാബിലും പറഞ്ഞൊരു വിഷയമാണ് എന്ത്? തൗഹീദ്. അല്ലേ? എന്താണ് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാകുന്നു, ശിർക്ക് ഒഴിവാക്കാനാകുന്നു. അപ്പോ എല്ലാ നബിമാരെയും ശരീഅത്ത് ഒന്നാണ്, എല്ലാ നബിമാരുടെയും ദൗത്യം ഒന്നാണ്, തൗഹീദാണ്. പക്ഷേ വ്യത്യസ്ത ശരീഅത്തായിരിക്കും അവർക്കുണ്ടാവുക, വ്യത്യസ്ത രൂപത്തിൽ ആയിരിക്കും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തായിരിക്കില്ല മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്ത്. ആ ഒരു വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അള്ളാഹു ഇതൊക്കെ നിശ്ചയിച്ച് അയച്ചത് എന്തിനു വേണ്ടിയാണ്? തൗഹീദിന് വേണ്ടിയാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റഹ്മത്താകുന്നു. അള്ളാഹു ഇതൊക്കെ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ച് വെറുതെ വിട്ടിട്ടില്ല, മറിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് നമ്മോടുള്ള റഹ്മത്താണ്, നമ്മോടുള്ള കാരുണ്യമാണ്. ഇതൊക്കെ നമുക്ക് നിശ്ചയിച്ചു തന്നു. അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖുർആനായ കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അതിനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുകയും ചെയ്തു. ഒരു ഹർഫ് പോലും വാ മാറി ഫാ എന്നൊരവസ്ഥ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഖുർആനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും നമുക്കത് നൽകുകയും ചെയ്തു. അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഈമാൻ കാര്യങ്ങളിൽ ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വാസം പറഞ്ഞു, മലക്കുകളിലെ വിശ്വാസം പറഞ്ഞു, കിതാബിലുള്ള വിശ്വാസം പറഞ്ഞു. ഇനിയാണ് റസൂലുമാരിലുള്ള വിശ്വാസം. റസൂലുമാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുമാർ ഖുർആനിൽ 25 നബിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 25 നബിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് അവർ? നമുക്കറിയാം, സൂറത്തുൽ അൻആമിൽ ഏകദേശം 18 നബിമാരുടെ പേരോളം പറഞ്ഞിട്ടുണ്ട്. ഒരു കവി പറഞ്ഞതായി കാണാം, ഫീ തിൽക ഹുജ്ജതുനാ മിൻഹും 8 മിൻ ബഅദി 10 വയബ്ഖാ 7 വഹും. ഏകദേശം 18ഓളം നബിമാരുടെ പേര് സൂറത്തു അൻആമിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദ്രീസ്, ഹൂദുൻ, ശുഐബുൻ, സാലിഹ്. ഇനി അവരെല്ലാത്ത നബിമാർ ആരൊക്കെയാണ്? ഇദ്രീസാണ്, ഹൂദാണ്, ശുഐബുൻ, സാലിഹുൻ വകദാ ദുൽകിഫ്ലു ആദം ബിൽ മുഖ്താരി ഖദ് ഖുതിമു. ദുൽകിഫ്ലും അതുപോലെ തന്നെ സാലിഹും ശുഐബും ഹൂദും ഇദ്രീസും, അങ്ങനെ ടോട്ടൽ 25 നബിമാരുടെ പേരുകളോളം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ ഖൈറുണ്ടോ ആ ഖൈറൊക്കെ ഈ നബിമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു ഷർറുണ്ടോ ആ ഷർറിൽ നിന്നൊക്കെ നമ്മെ വിലക്കിയിട്ടുമുണ്ട്. ഈ പ്രവാചകന്മാരിൽ 5 പ്രധാന പ്രവാചകന്മാരുണ്ട്. അവർക്കാണ് പറയുക ഉലുൽ അസ്ം. ഉലുൽ അസ്ം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരാണ് ഉലുൽ അസ്ം? ഉലുൽ ഹസ്മി വസ്സബർ, അങ്ങേറ്റം ദൃഢനിശ്ചയമുള്ള, അങ്ങേറ്റം സബർ ഉണ്ടായ പ്രവാചകന്മാരാണ് ആര്? ഈ 5 പ്രവാചകന്മാർ. ആരൊക്കെയാണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദുൻ സ്വല്ലല്ലാഹി സലാമുഹു അലൈഹിം അജ്മഈൻ. ഈ പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കണം. അതിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാരിലൊക്കെ നാം വിശ്വസിക്കണം. പേര് പറയാത്ത പ്രവാചകന്മാരുടെ വിഷയത്തിലും നാം വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞില്ലേ, വറസുലൻ ഖദ് ഖസസ്നാഹും അലൈക വറസുലൻ ലം നഖ്സുസും അലൈക. കഥ പറഞ്ഞു തന്ന, ചരിത്രം പറഞ്ഞു തന്ന പ്രവാചകന്മാരുമുണ്ട്, ചരിത്രം പറഞ്ഞു തരാത്ത പ്രവാചകന്മാരും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞതായി നമുക്ക് കാണാം.
അതുപോലെ അടുത്തതാകുന്നു പരലോക വിശ്വാസം. പരലോക വിശ്വാസം എന്ന് പറയുന്നതിലൂടെ ഇതിൽ 4 കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ചുരുങ്ങിയ രൂപത്തിൽ പറയാം. എന്താണ് പരലോക വിശ്വാസം എന്ന് പറഞ്ഞാൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഈമാനു ബികുല്ലി മാ യകൂനു ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷം ഉണ്ടാകുന്നതെല്ലാം പരലോക വിശ്വാസത്തിൽപ്പെടും. മരണത്തിന് ശേഷം ഉണ്ടാകുന്നതെല്ലാം പരലോക വിശ്വാസത്തിൽപ്പെടും. എന്തൊക്കെ? അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാകുന്നു ഖബറുൽ വിശ്വാസം. ഖബറിൽ നഈം ഉണ്ടാകും, സുഖങ്ങൾ ഉണ്ടാകും, ശിക്ഷ ഉണ്ടാകും. ഈ ഒരു കാര്യം വിശ്വസിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ് അൽ ബഅസ് വൻ നുശൂർ, പുനരുദ്ധാനം. ഖബറിലായതിനു ശേഷം അവർക്ക് പുനരുദ്ധാനം ഉണ്ടാവും. മഹ്ശറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കൂട്ടുന്നതാണ്. മൂന്നാമത്തേത് അവിടെ ഹിസാബ് ഉണ്ടാവും, പ്രതിഫലം ഉണ്ടാകും. ഹിസാബും ശഫാഅത്തും അതുപോലെ തന്നെ സിറാത്തും ഹൗദും അതുപോലെ തന്നെ മീസാനും എല്ലാം അവിടെ ഉണ്ട് പരലോകത്ത്. സിറാത്തും ഖന്തറയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മുകളിൽ വെച്ച നേരിയ പാലത്തിനാണ് സിറാത്ത് എന്ന് പറയാ. അതിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച നന്മകൾ കൂടിയ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുന്നതാണ്. അല്ലാത്ത ആളുകൾ നരകത്തിലേക്ക് കാല് തെറ്റി വീഴുന്നതാണ്. വൽഇയാദു ബില്ലാഹ്. നാലാമത്തെ കാര്യമാകുന്നു അൽ ജസാ, പ്രതിഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഈമാനു ബിൽ യൗമിൽ ആഖിറ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒന്നാമത്തേത് ഖബർ ശിക്ഷ ഉണ്ടാകും, അതുപോലെ തന്നെ പുനരുദ്ധാനം ഉണ്ടാകും, അതുപോലെ തന്നെ ഹിസാബും മീസാനും സിറാത്തും ഒക്കെ ഉണ്ടാകും. അതിനുശേഷം അവസാനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ. നസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടലാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന, ഇഹ്സാനോടുകൂടി ജീവിച്ച ആളുകൾക്ക് എന്തുണ്ട്? അൽ ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട്. വസിയാദ, അതിന് കൂടുതലായി വേറൊരു കാര്യം കൂടിയുണ്ട്. മുഫസ്സിരിങ്ങൾ പറഞ്ഞതായി കാണാം, സിയാദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടലാകുന്നു. സൂറത്തുൽ ഖിയാമയിൽ പറഞ്ഞു കാണാം, വജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങൾ നാളെ അള്ളാഹുവിലേക്ക് നോക്കുന്നതായിരിക്കും. നസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ്, അതാണ് ഒരടിമയ്ക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ പ്രതിഫലം. ഇനി അവസാനമായിക്കൊണ്ട് നമുക്കറിയാം, ഈ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു പറയാനൊരു കാരണം ഉണ്ടായിട്ടുണ്ട് അല്ലെ? എന്തായിരുന്നു കാരണം? ആരാ പറയാ? ഖദറിന്റെ വിഷയത്തിൽ നിഷേധിച്ച ഒരു കൂട്ടം ആളുകൾ എവിടെ ഉണ്ടായി? ബസറയിലുണ്ടായി. അത് കാരണത്താലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഈ ഒരു ഖദറിന്റെ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വലിയൊരു ഹദീസ് പറയുന്നത്. ഈ ഹദീസിന്റെ കുറച്ച് ഭാഗം മാത്രം പറഞ്ഞു വിടുകയല്ല, മറിച്ച് ഈ ഹദീസ് പരിപൂർണമായിട്ടും പറയാനുള്ള കാരണം ഈ ഒരു ഖദറിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം. ഇനി ഖദറിൽ വിശ്വസിക്കുമ്പോൾ നാം എങ്ങനെയാണ് ഖദറിൽ വിശ്വസിക്കേണ്ടത്? 4 കാര്യങ്ങളാണ്. ഖദറിന്റെ 4 തട്ടുകളുണ്ട്. ഈ 4 കാര്യത്തിൽ നാം വിശ്വസിക്കണം. ഒന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളൊക്കെ പടക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അവസാനം വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ വിശ്വാസം. ഇൽമുല്ലാഹി സാബിഖ്, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്നുള്ള വിശ്വാസം. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പായി, ആകാശഭൂമികൾ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തേതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാ ശാഅ കാന വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു സുബ്ഹാനഹു ഉദ്ദേശിക്കും. ഓരോ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഉദ്ദേശം സംഭവിക്കും. ഓരോ കാര്യങ്ങൾ പടക്കുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ അവസാനത്തെ മർത്തബയാണ്, പദവിയാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പടക്കുന്നതാണ്. അങ്ങനെ 4 കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞിട്ടുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് പടക്കുന്നതാണ്. ഈ 4 കാര്യങ്ങളാണ് ഖദറിലുള്ള വിശ്വാസം.
ഈ 4 കാര്യങ്ങൾ വിശ്വസിക്കാതെ ഒരടിമയുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ഈ ഖദറിൽ ഒരാൾ വിശ്വസിച്ചാൽ അവന്റെ കാര്യങ്ങളൊക്കെ, അവനക്ക് ധാരാളം പ്രയാസങ്ങൾ അവന്റെ മനസ്സിൽ നിന്ന് നീങ്ങും. അവൻക്ക് അള്ളാഹുവിലേക്ക് കൂടുതലായി എടുക്കാൻ തോന്നും. എനിക്ക് എന്ത് പ്രയാസം സംഭവിച്ചാലും അത് അള്ളാഹു വിധിച്ചതാണ്. ഖൈർ ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ എനിക്ക് ഖൈർ മാത്രമേ നൽകുകയുള്ളൂ എന്ന് നല്ല ബോധം വരും. അതുപോലെ തന്നെ ഹറാമിലേക്ക് വീഴുമ്പോൾ അവൻ ചിന്തിക്കും, ഞാൻ ഈ രൂപത്തിൽ, എനിക്ക് മോശമായ രൂപത്തിൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് മോശം അന്ത്യമാണ് സംഭവിക്കുക എന്ന രൂപത്തിൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്, കുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹ്. അള്ളാഹു എന്തിനു വേണ്ടിയാണോ പടച്ചത് അതിലേക്ക് വേണ്ടിയുള്ള വഴി അള്ളാഹു അവനെ എളുപ്പമായി കൊടുക്കും. അള്ളാഹു അവനക്ക് നരകമാണ് നിശ്ചയിച്ചതെങ്കിൽ അവനക്ക് നരകത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമായി കൊടുക്കും. അള്ളാഹു സ്വർഗമാണ് നിശ്ചയിച്ചതെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി കൊടുക്കും. ഇതിനർത്ഥം എന്താണ്? അള്ളാഹു നമ്മെ ആദ്യം തന്നെ നിശ്ചയിച്ചു വെച്ചു, നമുക്കൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചതുപോലെ തന്നെ നമുക്കതിനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഏതുപോലെ? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിലേക്ക് എത്താൻ വേണ്ടി 2 വഴികളുണ്ട്. ആ ഒരു വഴിയാണെങ്കിൽ ഫുള്ള് നല്ലൊരു വഴിയാണ്, നല്ല പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വഴി. രണ്ടാമത്തെ വഴിയാണ് മോശമായ പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ വഴി. ഇതിൽ ആരെങ്കിലും ഈ പ്രയാസം നിറഞ്ഞ വഴിയിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുക? ഇല്ല. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി ആരും തന്നെ പറയുകയില്ല. ഒരു ബുദ്ധിയുള്ള ഒരാളും പറയുകയില്ല, എന്റെ അള്ളാഹു എല്ലാം വിധിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഈ മോശമായ വഴിയിലേക്കാണ് പ്രവേശിക്കുക എന്ന് ആരും തന്നെ പറയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാകുന്നു. നമ്മുടെ മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു, മാ അബ്കത്തിൽ ഉയൂന മാ അബ്കഅൽ കിതാബു സാബിഖ്. മുൻ കഴിഞ്ഞ കിതാബ് കരയിപ്പിച്ചതുപോലെ ഒരു കണ്ണിനെയും കരയിപ്പിച്ചിട്ടില്ല വേറൊരു കാര്യവും. കാരണം എന്താണ്? ഞാൻ നല്ലൊരു അവസ്ഥയിലാണോ, ഷഖിയായിട്ടാണോ സഈദായിട്ടാണോ എന്നെ രേഖപ്പെടുത്തിയത് എനിക്കറിയില്ല. അള്ളാഹു എനിക്ക് സ്വർഗമാണോ നരകമാണോ രേഖപ്പെടുത്തിയത് എനിക്കറിയില്ല. സ്വർഗമാണെങ്കിൽ ഞാൻ നല്ല രൂപത്തിൽ ഇൽമിന്റെ മജ്‌ലിസുകളിലും 5 വഖത്ത് പള്ളിയിലുമായി ആ രൂപത്തിൽ ഞാൻ ജീവിക്കുന്നതാണ്. മോശമാണെങ്കിൽ അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ നമ്മുടെ ജീവിതം നന്നാക്കാൻ നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഅ്മലു, നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുക, കുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹ്. അള്ളാഹു നിങ്ങളെ എന്തിനു വേണ്ടിയാണ് പഠിച്ചത് അതിലേക്കുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അവിടുന്ന് പറഞ്ഞു, ഇഅ്മലു, നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുക എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഈമാൻ കാര്യങ്ങൾ. ആദ്യം നമ്മൾ പറഞ്ഞു, ഇസ്ലാമിക് കാര്യങ്ങളെ പറഞ്ഞു. എത്രയാണ്? 5. ഇസ്ലാമിന് 2 രൂപത്തിൽ വിശദീകരിച്ചു. അതിന്റെ താരീഫ് പറഞ്ഞു, തൗഹീദും താഅത്തും ഒക്കെയുള്ള താരീഫ് പറഞ്ഞു. പിന്നെ ഇസ്ലാമിന് 5 റുക്നുകൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം ഈമാൻ കാര്യങ്ങളിൽ അതിന്റെ താരീഫ് ആയിക്കൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? താരീഫ് ആയിക്കൊണ്ട്, വിശദീകരണമായിക്കൊണ്ട്. ഒന്ന് ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കുക. പിന്നെന്താണ്? അമലുൻ ബിൽ ജവാരിഹ്, പിന്നെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. പിന്നെ അത് ഈമാൻ കൂടും, അത് വർദ്ധിക്കും. ഈ 5 കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് പിന്നെ ഈ ഈമാന്റെ 6 സ്തംഭങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിച്ച ചോദ്യമാണ് എന്ത്? ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാകുന്നു. ഏതുപോലെ? കഅന്നക തറാഹ്, നീ അവനെ കണ്ടുമുട്ടുന്നത് പോലെ, നീ അവനെ കാണുന്നത് പോലെ നീ അവനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 2 കാര്യങ്ങളാണ്. നാം അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? അള്ളാഹുവിനെ കാണുന്നത് പോലെ. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹു നമ്മെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധമുണ്ടെങ്കിൽ ഒരടിമയുടെ ജീവിതം നല്ല രൂപത്തിൽ ഇഹ്സാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അവൻ എപ്പോഴും നടക്കുമ്പോൾ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സംസാരവും എൻ്റെ ചിന്തകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് അറിയാം. ഏതൊരു കാര്യവും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഇല്ലാതായി പോവുകയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുക? ഇമാം അൽ ഖഹ്താനി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, ഇദാ മാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ, നീ ഇരുടുള്ള സാഹചര്യത്തിലെത്തിയാൽ, വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, മോശം കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മനസ്സ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ, ഫഖുൽ ലില്ലദീ ഖലഖൽ ദലാമ യറാനി, നീ പറയുക, ഈ ഇരുട്ടിനെ പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു കാര്യം, എന്നൊരു ബോധത്തോടു കൂടി നാം ജീവിക്കേണ്ടതാണ്. അള്ളാഹു പറഞ്ഞില്ലേ,
നാം ചെയ്യുന്ന അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, നാം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന കാര്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായാൽ, ഞാൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, അങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്താൽ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, അള്ളാഹു ഇതിന് പ്രതിഫലം നൽകും എന്നൊരു ബോധത്തോടു കൂടി ഒരു അടിമ ജീവിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എത്ര നല്ലതായിരിക്കും. അവർക്ക് ഹറാമുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, ഔസിനി, എനിക്കൊരു ഉപദേശം തന്നാൽ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുകയാണ്, ഊസിക അൻ തസ്തഹി മിനല്ലാഹി അസ്സ വജൽ കമാ യസ്തഹി റജുലുൻ മിൻ സാലിഹി ഖൗമി. നീ അള്ളാഹുവിനെ തൊട്ട് നീ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുക. ഏതുപോലെ? നാട്ടിലെ ആളുകളൊക്കെ ബഹുമാനിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, ആളുടെ മുമ്പിൽ ആളുകൾ തിന്മ ചെയ്യാൻ അല്ലെ മോശമായ സംസാരം സംസാരിക്കാൻ ലജ്ജിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ നീ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുക. ഒറ്റക്കാകട്ടെ, ആളുകളുടെ കൂട്ടത്തിൽ കച്ചവടത്തിലായിരിക്കുമ്പോഴാകട്ടെ, ഏതൊരവസ്ഥയിലാണെങ്കിലും അള്ളാഹു എന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നിർബന്ധമായി ജമാഅത്തോടു കൂടി നിസ്കരിക്കുന്ന നിസ്കാരം ഒഴിവാക്കുക? അള്ളാഹു എനിക്ക് അതിൽ എനിക്ക് കുറ്റം ലഭിക്കുകയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മജ്ലിസ് ഇൽമിൽ നിന്ന് ഞാൻ എങ്ങനെ പിന്തിരിഞ്ഞു പോകും എന്നൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നാം കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാ നിമിഷങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു എല്ലാം അറിയുന്നു. ഈ ഒരു ബോധത്തോടു കൂടി നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അങ്ങേയറ്റം നന്നാകും. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നാം ഒഴിവാക്കേണ്ടതുണ്ട്. അല്ലേ? ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ലാ തൻദുർ ഇലാ സിഗറിൽ മഅസിയ വലാകിൻ അൻദുർ ഇലാ മൻ അസൈത്. നീ ചെയ്യുന്നത് ചെറിയ തെറ്റല്ലേ എന്ന നോട്ടം നീ നോക്കരുത്. ചെയ്യുന്നത് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, ആളുകളൊക്കെ കാണുന്നതാണ്, ആളുകളൊക്കെ പറയുന്നതാണ്, അതുകൊണ്ട് ഞാനും ചെയ്തു എന്നല്ല നീ നോക്കേണ്ടത്. വലാകിൻ അൻദുർ ഇലാ മൻ അസൈത്, നീ ആരെയാണ് ധിക്കരിക്കുന്നത് എന്നതാണ് നീ നോക്കേണ്ടത്. ആ ഒരു രൂപത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നാം ഒഴിവാക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവും ആഖിറത്തും ഒക്കെ നന്നാകും. നമുക്കൊരു പ്രയാസമുണ്ടായാൽ, അല്ലേ, നമ്മൾ സത്യവിശ്വാസിയായി തീരുകയാണെങ്കിൽ, നമ്മുടെ ഈമാൻ നല്ലൊരു അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ പോലും നമുക്ക് സന്തോഷമായിരിക്കും. വിശ്വാസിയുടെ ഹദീസിൽ പറഞ്ഞില്ലേ, അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം മുഴുവനും ഖൈറാണ്. എന്താണ്? ഇൻ അസാബതു സറ്റാ ശകർ, അവൻക്ക് നല്ലത് ബാധിച്ച് അവൻ എന്ത് ചെയ്യും? നല്ല സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ബാധിച്ച് അവന് ശകർ, അവൻ ശുക്ർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങും. വൈൻ അസാബത്ഹു ദർറാ, അവനക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായാൽ സബർ ഫകാന ഖൈറൻ, അവൻ ക്ഷമിക്കും, അങ്ങനെ അത് അവൻക്ക് ഖൈറായി തീരും. സഹോദരങ്ങളെ, അപ്പൊ നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളോട് റഹ്മത്ത് നോക്ക്. നമുക്ക് പ്രയാസമുണ്ടായിട്ട് നമുക്ക് ക്ഷമ നൽകിയിട്ട് എന്നിട്ട് അതിൽ പ്രതിഫലം നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേറ്റം റഹ്മത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ ഇൽമിലേക്ക് എത്തിച്ച് നമ്മുടെ നിയ്യത്ത് നന്നാക്കി തന്ന് അവസാനം തിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകുകയാണ്. അള്ളാഹു അതിനുവേണ്ടി നമ്മെ തിരഞ്ഞെടുത്തെങ്കിൽ നാം എത്രമാത്രം നാം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ദീനുൽ ഇസ്ലാമിൽ ഉറപ്പിച്ച് മുസ്ലിമായിക്കൊണ്ട് ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ അവസാനം ഇഹ്സാനും പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പോയി. ഇഹ്സാനും പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ചോദിക്കുകയുണ്ടായി, എന്താണ്? ഫഅഖ്ബിർനി അനിസ്സാഅ, ഖിയാമത്ത് നാൾ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു തരുമോ? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, എന്താണ്? മൽ മസ്ഊലു അൻഹാ ബിഅഅലം മിനസ്സായിൽ, ചോദിക്കപ്പെട്ട ആളെക്കാളും അറിവുള്ളവനല്ല. ഇരുവർക്കും അറിയില്ല. ഖിയാമത്ത് നാൾ വരെ ആർക്കും ഇതിന്റെ ഉത്തരം അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബിൽ മറച്ചു വെച്ച ഒരു കാര്യമാകുന്നു ആ ഒരു കാര്യം. നമുക്കറിയാം, ധാരാളം ഹദീസുകൾ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി ചോദ്യങ്ങളുണ്ട്. ഒരു അറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഇദാ ദുയ്യിഅത്തിൽ അമാനതു ഫന്തദിരിസ്സാഅ, അമാനത്ത് നഷ്ടമായാൽ, അമാനത്ത് ആളുകൾ പരസ്പരം ഏൽപ്പിച്ചുകൊണ്ടൊരു കാര്യം വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം ഏൽപ്പിച്ചു, വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയുള്ള അമാനത്തുകൾ നഷ്ടമായാൽ ഫന്തദിരിസ്സാനി, ഖിയാമത്ത് നാളിനെ കാത്തിരുന്നു കൊള്ളുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി വന്ന് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, ഫമാദാ അഅദത്ത ലഹാ, നീ ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത്? അവിടെ സഹാബി പറഞ്ഞു, ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുമില്ല റസൂലേ, എനിക്കാകെ ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, ഇതല്ലാതെ എനിക്കൊന്നുമില്ല.
അപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സന്തോഷിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയാണ്. അല്ലാതെ സഅദിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒരു ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഖിയാമത്ത് നാളിൽ നിഷേധിക്കുന്നത് ആരാണ്? കാഫിരീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, സഅമല്ലദീന കഫറു, കാഫിരീങ്ങൾ വാദിച്ചു എന്താണ്? അല്ല യുബഅസു, അവർ ഖിയാമത്ത് നാളിൽ പിന്നീട് പുനരുദ്ധാനം ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ അവർ നിഷേധിച്ച് തള്ളുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ നിഷേധിച്ചാൽ അത് കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അങ്ങനെ അവസാനമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തോട് ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നാലും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, എന്താണ്? അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കും. ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട് പറയുകയാണ്, അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കും. അങ്ങനെ പറഞ്ഞാൽ അവസാന നാളെടുക്കുമ്പോൾ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നൊരവസ്ഥ അത് ധാരാളമായി സംഭവിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷുമാറാകട്ടെ. അല്ലേ, ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ വിഷയം പറഞ്ഞ് അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞതാണ് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ കാണിക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു ബിർറുൽ വാലിദൈൻ. ഇത് നഷ്ടമാകുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നാം ഇന്ന് പലതും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷുമാറാകട്ടെ. ഇനി അടുത്തതായി അവസാനം വിശ്വാസം പറഞ്ഞു കൊടുക്കുകയാണ്, أن تلد الأمة ربتها وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان. ഇവിടെ ഒന്നുമില്ലാത്ത ആളുകൾ യതതാവലൂന ഫിൽ ബുനിയാൻ, കെട്ടിടത്തിന്റെ വിഷയത്തിൽ കിടമത്സരം നടത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ വേറൊരു അടയാളമായി കൊണ്ട് പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? കാര്യങ്ങളൊക്കെ തകിടം മറിയുക, വിശ്വസിക്കപ്പെട്ട് വിശ്വസ്തനെ കള്ളനാക്കപ്പെടും, കള്ളനെ വിശ്വസിക്കും എന്നൊരവസ്ഥയൊക്കെ ആണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان, ഇതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, കാര്യങ്ങളൊക്കെ തകിടം മറിയുക. എന്നിട്ട് ഇദ്ദേഹം ഈ വന്ന ആള് തിരിച്ചു പോവുകയാണ്, ഈ വന്ന ആളുകൾ തിരിച്ചു പോവുകയാണ്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ വന്ന ആളാരാണ് താങ്കൾക്ക് അറിയുമോ? അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ റസൂലിനാണ് അറിയുക. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ വന്നതാരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവിടുന്ന് വന്നത്. താങ്കളുടെ ദീൻ പഠിപ്പിക്കാൻ, നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാകുന്നു ഇദ്ദേഹം വന്നത് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ പറഞ്ഞ ഇസ്ലാമിന്റെയും ഈമാനും ഇഹ്സാനും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചു. നമുക്കറിയാം ഇവിടെ ഇസ്ലാമും ഈമാനും ഇഹ്സാനും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ കൂടെ എന്തിനാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞത് എന്നതിൽ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. കാരണം ഒരാൾ ഇസ്ലാമും ഈമാനും ഇഹ്സാനും ഒരുമിച്ച് ഉണ്ടായാൽ അവന്റെ ഇസ്ലാം പൂർണ്ണമാകും, അവന്റെ ഈമാൻ പൂർണ്ണമാകും, നല്ലൊരവസ്ഥയിലാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈമാൻ പൂർണ്ണമായ ഒരാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കാൻ അങ്ങേയറ്റം ആഗ്രഹം ഉണ്ടാകും. അത് പരലോകത്താണ് ലഭിക്കുക. അതെപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ചോദിച്ചത് അത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ഒരു ഈമാൻ ഒരാൾ ഇഹ്സാനോടുകൂടി ജീവിച്ചാൽ അത് അവന്റെ ഈമാൻ പൂർണ്ണമായി എന്നാണ് അർത്ഥം. നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ഈമാനും ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കർമ്മങ്ങളാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആന്തരികമായ കർമ്മങ്ങളെ വിശ്വാസമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനേക്കാളും വലിയ പദവിയാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധത്തോടുള്ള വിശ്വാസം. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, ഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ വന്ന് പറയുകയാണ്, ആമന്ന, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എതിർത്തുകൊണ്ട് പറഞ്ഞു, ഖുൽ ലം തുഅ്മിനു, നിങ്ങൾ പറയുക എന്ത്, നിങ്ങൾ ഈമാനുള്ളവരായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾ ഇസ്ലാം ഉള്ളവനായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം ഇസ്ലാമിനേക്കാളും ഉയർന്ന പദവിയാണ് എന്ത്, ഈമാൻ എന്നുള്ളത്.
ഈമാനിനേക്കാളും ഉയർന്ന പദവിയാണ് ഇഹ്സാൻ എന്നുള്ളത്. ആ ഇഹ്സാൻ എന്നൊരു പദവിയിലേക്ക് ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹു എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധത്തോടു കൂടി അടിമ ജീവിക്കുകയാണെങ്കിൽ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഒഴിവാക്കി ജീവിക്കുന്നവരാണെങ്കിൽ അവന് ഏറ്റവും നല്ലൊരു ഈമാനുള്ള അവസ്ഥയാണ്. അവൻക്കാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത് ലില്ലദീന അഹ്സനു അൽ ഹുസ്ന. ആ ഇഹ്സാനോട് കൂടി ജീവിക്കുന്ന ആളുകൾക്കാകുന്നു സ്വർഗമുള്ളത്, വസിയാദ, അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇഹ്സാനുള്ള ആളുകളെ അള്ളാഹു സ്നേഹിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ. തഖ്വ ഉള്ള ആളുകളുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വല്ലദീന ഹും മുഹ്സിനൂൻ. ഇഹ്സാനോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നാം പഠിച്ച് മനസ്സിലാക്കിയത്, നാം ആ ഒരു ഇഹ്സാൻ എന്നൊരു പദവിയിലേക്ക് നാം എത്താൻ വേണ്ടിയാണ്. അള്ളാഹു മരിക്കുന്നതിന് മുമ്പായി അള്ളാഹുവുമായി അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഫഖന അല്ലാഹു വഇയ്യാകും വജസാകുമുല്ലാഹു ഖൈറ വനസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം.